മാരിനാട് ബിവറേജസിൽ വീണ്ടും മോഷണം. CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച് പൂട്ടുപൊളിച്ചായിരുന്നു കവർച്ച. നിരവധി മദ്യക്കുപ്പികൾ നഷ്ടമായി. മൂന്നാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കവർച്ച. മാനേജർ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 2 മോഷണങ്ങളിലും പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, തുടർച്ചയായി ബിവറേജസിൽ ഇങ്ങനെ മോഷണം നടക്കുന്നുണ്ട്, അതും അതിവിദഗ്ധമായിട്ടാണ്. CCTV ക്യാമറയിൽ സ്പ്രേ പെയിന്റ് അടിക്കും, അങ്ങനെ തെളിവ് നശിപ്പിക്കും, പിന്നീട് കവർച്ച നടത്തും, പ്രതികൾ രക്ഷപ്പെടും. 2 കവർച്ച ഉണ്ടായിട്ടും ഈ കള്ളന്മാരെ പിടികൂടാൻ മാത്രം കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന് പ്രതിയെക്കുറിച്ച്? ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2023-24 ഇത്തരത്തിൽ മോഷണം നടന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന ബിവറേജസിൽ മോഷണം നടന്നു. എല്ലാം സമാനമായ ഒരു മോഷണ ശ്രമമാണ് ഇവിടെ നടന്നിരുന്നത്. ഈ പറഞ്ഞതുപോലെ CCTVയെ നശിപ്പിക്കുക, സ്പ്രേ പെയിന്റിംഗ് ഉൾപ്പെടെ നടത്തി നശിപ്പിച്ചതിന് ശേഷമാണ് കവർച്ച നടത്തുക. പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ ശേഷം ഈ പറയുന്ന മോഷ്ടാവിന് പണത്തിലുപരി മദ്യമാണ് പ്രധാനമായും ഒരു മോഷ്ടിക്കുന്നത്. ഇപ്രാവശ്യവും ഈ പറയുന്ന പ്രീമിയം കൗണ്ടറിലെത്തി പ്രധാന വില കൂടിയ മദ്യങ്ങളുമായാണ് ഇപ്രാവശ്യവും മോഷ്ടാവ് കടന്നു കളഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി തവണ പോലീസ് ഇതിനു വേണ്ടിയുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഈ പറയുന്ന പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് എപ്പോഴും പങ്കുവയ്ക്കാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസവും മോഷണം നടന്നത് ഇതേ ശ്രമത്തിലായിരുന്നു. പറയുന്ന CCTVയിൽ പെയിന്റ് അടിച്ച് നശിപ്പിച്ചതിന് ശേഷം അകത്ത് കടക്കുന്നു. പ്രീമിയം കൗണ്ടറിൽ നിന്നും വിലകേറിയ മദ്യം, ഈ പറയുന്ന കൗണ്ടറിൽ കാശ് ഉണ്ടായിരുന്നു, അത് ഈ പറയുന്ന മോഷ്ടാവ് എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായുള്ളത്. മദ്യം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബിവറേജസിന്റെ പുറകുവശത്തെ മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വേലിക്കെട്ടുകൾ ശക്തമുള്ളതല്ല, മതിലുകൾ ശക്തമുള്ളതല്ല എന്നുള്ളൊരു ആരോപണം നേരത്തെയും ഈ മോഷണങ്ങൾ നടന്നപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഇതിനൊക്കെയും ഇതുവരെ ഒരുവിധ പരിഹാരവും അധികൃതർ നടത്തിയിരുന്നില്ല. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യവും മോഷ്ടാവിന് മോഷണം നടത്താൻ ഏറെ സഹായമായെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആര്യനാട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ടോം, എന്തെങ്കിലും തെളിവുകളുണ്ടോ? പ്രത്യേകിച്ചും CCTV ക്യാമറയിൽ സ്പ്രേ പെയിന്റ് അടിച്ചുകൊണ്ട് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിന് മറ്റ് സമീപത്തുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സമീപത്തെ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രതിയിലേക്ക് എത്താൻ കഴിയുക. CCTVയും അതുവഴി ആരെങ്കിലും മോഷ്ടാവ് ഇതുവഴി വന്നിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഉടനെ പിടികൂടാൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ് പോലീസ് ഉള്ളത്. യെസ്, എന്തായാലും ഈ 3 കവർച്ച, ഇതിനു മുൻപ് 2 മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 3 കവർച്ചയും ഒരാൾ തന്നെ ആയിരിക്കുമോ നടത്തിയിട്ടുള്ളത്? പോലീസ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഇത് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ സൂചനയുള്ള ആൾക്കാർ തന്നെയാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറയുന്ന CCTVകൾ പല പരിസരത്തെ കടകളുടെയും വീടുകളിലൊക്കെ ഇപ്പോൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ CCTVകൾ വെച്ചായിരിക്കും അന്വേഷണം ഊർജിതമാക്കുക. എന്തായാലും വരും ദിവസങ്ങൾ പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 2 മോഷണം നടന്ന അതേ സമാനമായൊരു മോഷണം തന്നെയാണ് ഇപ്പോഴും നടന്നതെന്നുള്ളതാണ് ഈ പറയുന്നത് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഇങ്ങനെ മോഷണങ്ങൾ ഉണ്ടാകുന്നു, പ്രതികളിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് ബിവറേജസിൽ മാത്രമാണ്. അയാളുടെ ലക്ഷ്യം ഒരുപക്ഷെ മദ്യം മാത്രമായിരിക്കാം. പക്ഷേ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാളെ ഇത് വീടുകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ മോഷണം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. പ്രതിയെ അതുകൊണ്ട് തന്നെ അടിയന്തരമായി പിടികൂടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.